Appreciating Poetry, BA English second semester, Module 1, Poetry, some key concepts. കവിതയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകമായ അടിസ്ഥാനപരമായ സങ്കല്പങ്ങളെ പരാമർശിക്കുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 1. ബേസിക് എലമെന്റ്സ് ഓഫ് പോയട്രി. കവിതയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി എന്താണ് പോയട്രി? A type of literature that expresses ideas, feelings, or tells a story in a specific form, usually using lines and stanzas. സ്റ്റാൻസകൾ ഉപയോഗിച്ച്, പാരഗ്രാഫിന് പകരം സ്റ്റാൻസകൾ ഉപയോഗിച്ച് ചില വരികളിൽ പ്രത്യേകമായ രീതിയിൽ കഥ പറയുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ആശയങ്ങളെ പരാമർശിക്കുന്ന രീതിയിലോ വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്ന രീതിയിലോ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു സാഹിത്യകലയാണ് പോയട്രി. കവിത, ഒരുപാട് കവിതകൾ, കാവ്യകല എന്നെല്ലാം അർത്ഥമുള്ള പോയട്രി. എന്തൊക്കെയാണ് ഒരു പോയട്രിയിൽ അടങ്ങിയിരിക്കുന്നത്? നമ്പർ 1, ഫിഗറേറ്റീവ് ലാംഗ്വേജ്, അലങ്കാര ഭാഷ എന്നെല്ലാം പറയും. ഒരു പോയത്തെ മനോഹരമാക്കാൻ ഒരു കവി ഉപയോഗിക്കുന്ന കുറച്ച് ആയുധങ്ങളുണ്ട്. ഫിഗറേറ്റീവ് ലാംഗ്വേജ്. നമ്പർ 2, വേഴ്സസ്, ഗദ്യത്തിൽ നിന്നും വ്യത്യസ്തമായ പ്രാസത്തോടു കൂടിയിട്ടുള്ള വരികൾ, വേഴ്സസ്. കളർഫുൾ വേർഡ്സ്, വർണ്ണങ്ങൾ ചാർത്തുന്ന വാക്കുകളും കവിതയിലുണ്ടാകും. ഹു ഈസ് എ പോയറ്റ്? ദ പോയറ്റ് ഈസ് ദ ഓതർ ഓഫ് ദി പോയം. കവിത എഴുതുന്ന ആൾക്കാണ് പോയറ്റ്, കവി എന്ന് പറയുന്നത്. ഹു ഈസ് എ സ്പീക്കർ? ദ സ്പീക്കർ ഓഫ് ദി പോയം ഈസ് ദ നരേറ്റർ ഓഫ് ദി പോയം. പോയത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളെ സ്പീക്കർ അല്ലെങ്കിൽ നരേറ്റർ എന്ന് പറയും. കവിതയുടെ രൂപം എങ്ങനെയാണ്? പോയട്രി ഫോം. ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ അപ്പിയറൻസ് ഓഫ് ദ വേർഡ്സ് ഓൺ ദി പേജ്. ഒരു കടലാസിൽ വാക്കുകൾ എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്, അതിൻ്റെ രീതി എങ്ങനെയാണ്, അത് പ്രത്യക്ഷപ്പെടുന്ന രീതി എങ്ങനെയാണ്, ദാറ്റ് ഈസ് കോൾഡ് ഫോം. വാട്ട് ഈസ് ലൈൻ? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ടുഗദർ ഓൺ വൺ ലൈൻ ഓഫ് ദി പോയം. ഒരു വരിയിൽ ഒരു കൂട്ടം വാക്കുകൾ അടുക്കി വെച്ചതിനാണ് ലൈൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ സ്റ്റാൻസ? സ്റ്റാൻസ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ലൈൻസ് അറേഞ്ച്ഡ് ടുഗദർ. ഒരു കൂട്ടം വരികൾ അടുക്കി വെച്ചതാണ് സ്റ്റാൻസ. ഒരു കൂട്ടം വാക്കുകൾ അടുക്കി വെച്ച ഒന്നാണ് ഒരു വരി. എ വേർഡ് ഈസ് ഡെഡ് when it is said, some say. A word is dead when it is said, some say. It's also a poem. Look at the arrangement of the words, appearance of the words on the page, 3 lines, dead, said. Rhythm is available there. Do sound last, some say. And a group of words together on one line. A word is dead. Group of words together in one line. But a stanza means a group of lines. First line, a word is dead. Second line, when it is said, some say. Third line, it is called a stanza. I say it just begins to live that day. It's an example for stanza number 1, stanza number 1, first one, stanza number 1, stanza number 2. ഇനി ഒരു സ്റ്റാൻസ ഏതെല്ലാം രീതിയിലുണ്ട് എന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്പർ 1, കപ്ലെറ്റ്. സ്റ്റാൻസയുടെ ഒരു പേര് കപ്ലെറ്റ്. That means a 2-line stanza. In couplet we can see only 2 lines. Triplet or tercet. You can see both words. Triplet, tercet. Tree. Look, from the word itself you will get that a 3-line stanza. Then quatrain. Quatrain. That means a 4-line stanza. 4 വരികളുള്ളതിനാണ് ക്വാട്രൈൻ, 3 വരികളുള്ളതിന് ടെർസെറ്റ്, 2 വരികളുള്ള സ്റ്റാൻസക്ക് കപ്ലെറ്റ്. ക്വിൻറ്റന്റ്.
ദാറ്റ് മീൻസ് എ 5-line സ്റ്റാൻസ. 5 വരികളുള്ളതിന് ക്വിൻറ്റന്റ് എന്നാണ് പറയുക. സെസ്റ്ററ്റ്, സെക്സ്റ്ററ്റ് or sestet means a 6-line stanza. 6 വരികളുള്ള stanza. Septet, a 7-line stanza. 7 വരികളുള്ള stanzക്കാണ് septet. Octave, 8-line stanza. 8 വരികളുള്ള stanzക്കാണ് octave എന്ന് പറയുന്നത്. ഇനി ഏതെല്ലാം രീതിയിലുള്ള പോയംസ് ഉണ്ട് എന്ന് നോക്കാം. ടൈപ്സ് ഓഫ് പോയംസ്: ballad, elegy, ode, lyric, sonnet, epic, heroic, limerick, haiku, weather, concrete, quinquain, diamond, freestyle, blank verse. These are called types of poems. These are the types of poems. ഓരോന്നിനെ കുറിച്ചും നമുക്ക് ലളിതമായി ആദ്യം പറയാം. വിവിധ രീതിയിലുള്ള പോയംസ്, അതിൻ്റെ വാക്കർത്ഥങ്ങൾ മാത്രം നോക്കാം. ഡെഫിനിഷൻസ് ഒക്കെ വേറെ വരുന്നുണ്ട്. ബാലഡ്, നാരറ്റീവ് പോയം, ആഖ്യാനപരമായ നാടൻ പാട്ടാണ് ബാലഡ്. എലിജി, മോൺഫുൾ പോയം, ശോകഗാനം, വിലാപഗാനം. ഓഡ്, അഡ്രസ്സിംഗ് പോയം, ഒരാളെയോ വസ്തുവിനെയോ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കവിത. ലിറിക്, എക്സ്പ്രസസ് ഇൻഡിവിജ്വൽ ഫീലിങ്സ്, പ്രത്യേകിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന കവിതകൾ. സോണറ്റ്, പോയം ഓഫ് 14 lines, 14 വരികളുള്ള കവിത. എപ്പിക്, ലോങ് നാരറ്റീവ് ഓഫ് ഹീറോയിക് ഇവൻസ്, ഇതിഹാസ കാവ്യം. ഹീറോയിക്, ഹീറോകളെ ആരാധിച്ചുകൊണ്ടുള്ള കവിത, ഹീറോയിക് പോയം. ലിമറിക്, നോൺസെൻസ് പോയം ഓഫ് 5 lines, 5 വരികളാണ്, ഫുള്ള് വിഡ്ഢിത്തായിരിക്കും പറയുന്നത്. ഹൈക്കു, 3 lines പോയം. വെതർ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കവിതകൾ. കോൺക്രീറ്റ് പോയം, അതിൽ അർത്ഥങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും വാക്കുകൾക്ക് അത്ര തന്നെ പ്രാധാന്യം കളർഫുൾ ആക്കാതിരിക്കുകയും ചെയ്യുന്ന കവിതകൾ. സിൻക്വെയിൻ പോയം, പോയം ഓഫ് 5 lines. ഡയമണ്ട് പോയം ഓർ ഡയമൻഡെ പോയം, പോയം ഓഫ് 7 lines, 7 വരികളുള്ള കവിത. ഫ്രീ സ്റ്റൈൽ പോയം, അതിൽ മീറ്ററോ കാര്യങ്ങളോ റൈമോ ഒന്നുമില്ലാത്ത ഫ്രീ സ്റ്റൈൽ പോയം, ഒരു പ്രസംഗം പോലെയൊക്കെ അനുഭവപ്പെടുന്ന ഒരു ഫ്രീ സ്റ്റൈൽ. ബ്ലാങ്ക് വേഴ്സ്, സെയിം മീറ്റർ ആയിരിക്കും, മറ്റതിന് മീറ്റർ ഒന്നും ഉണ്ടാവില്ല, സെയിം മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്ത മീറ്റർ ആയിരിക്കും. ഇതിന് സെയിം മീറ്റർ, അൺറൈംഡ്, റൈമിംഗ് വേർഡ്സ് ഒന്നും ഉണ്ടാവില്ല, സെയിം മീറ്റർ ആയിരിക്കും. പ്രത്യേകിച്ച് അയാംബിക് പെൻറ്റാമീറ്റർ ആണ്, അത് നമ്മൾ വിശദമായിട്ട് പിന്നീട് പറയും. അപ്രിഷിയേറ്റിംഗ് പോയട്രിയിലെ മൊഡ്യൂൾ നമ്പർ 1 ആദ്യം തുടങ്ങുന്ന ഭാഗം പ്രോസഡി. എന്താണ് പ്രോസഡി? സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് വെർസിഫിക്കേഷൻ ഇൻ പോയട്രി. കവിതാരചനാ കലയുടെ പഠനമാണ്, അതേക്കുറിച്ചുള്ള പഠനമാണ് പ്രോസഡി. അല്ലെങ്കിൽ എ സ്റ്റഡി ഓഫ് ദി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മീറ്റർ, റൈം, സ്റ്റാൻസ ഫോംസ്. നമ്മളിപ്പോൾ പരിചയപ്പെട്ട മീറ്റർ, റൈം, സ്റ്റാൻസ ഫോം ഒക്കെ പരിശീലിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട തത്വങ്ങളെക്കുറിച്ച് പഠിക്കുന്ന, എ സ്റ്റഡി ഓഫ് ദി പ്രിൻസിപ്പിൾസ്, തത്വങ്ങളെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു പഠനം, ആൻഡ് പ്രാക്ടീസ്, ഈ പ്രിൻസിപ്പിൾസ് പ്രാക്ടിക്കലായി കൊണ്ടുവരിക. മീറ്റർ ഫോമിൽ, റൈം, സ്റ്റാൻസ ഫോംസ്, ഇതേക്കുറിച്ചുള്ള പഠനമാണ് ശരിക്കും പ്രോസഡി. ഓർ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് സൗണ്ട് പാറ്റേൺസ്, ശബ്ദങ്ങളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനം. ആൻഡ് എഫക്ട്സ്, അതിൻ്റെ പ്രതിഫലനം, സച്ച് ആസ് അലിറ്ററേഷൻ, അസ്സൊണൻസ്, ഓണമാറ്റോപോയിയ, ഇതൊക്കെ നമ്മൾ വിശദമായി പിന്നീട് പറയുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോഴുള്ള എഫക്ട്സ്, ഇത്തരം എഫക്റ്റുകൾ എങ്ങനെ ഉണ്ടാകുന്നു സൗണ്ട് പാറ്റേണിൽ, ഇതിനെല്ലാം കുറിച്ച് പഠിക്കുന്ന പഠനമാണ് പ്രോസഡി. എന്താണ് റിഥം? അതൊരു ഗ്രീക്ക് ടേമിൽ നിന്നും, വാക്കിൽ നിന്നും വന്നതാണ്. റിത്മോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് റിഥം വരുന്നത്. റിത്മോസ്, അതിനർത്ഥം സെൻസ് ഓഫ് ഫ്ലോയിങ്,
ഒഴുക്ക് എന്നൊക്കെ ഭാഷയിലെ ഒഴുക്ക് എന്നെല്ലാം പറയില്ലേ, കോസ്ഡ് ബൈ സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസ്. നമ്മുടെ സ്ട്രോങ് സിലബിള്, അതുപോലെ വീക്ക് സിലബിള്, സ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ് സിലബിള് കാരണമായി ഉണ്ടാകുന്ന ഫ്ലോ ഓഫ് വോയിസ് ഓർ ഫ്ലോ ഓഫ് വേർഡ്സ്, അതാണ് ശരിക്ക് റിത്മോസ് എന്ന വാക്കിന്റെ അർത്ഥം. റിഥം, ദ ബീറ്റ് ക്രിയേറ്റഡ് ബൈ ദ സൗണ്ട്സ് ഓഫ് ദ വേർഡ്സ് ഇൻ എ പോയം. ഒരു കവിതയിലെ ശബ്ദങ്ങൾ, വാക്കുകൾ മൂലമുണ്ടാകുന്ന ശബ്ദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു തരംഗം, ബീറ്റ്, ഒരൊഴുക്ക്. ദാറ്റ് ഈസ് കോൾഡ് റിഥം, താളാത്മകമായ ഭാവം. റിഥം ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ മീറ്റർ, റൈം, അലിറ്ററേഷൻ, റെഫ്രെയിൻ. അലിറ്ററേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ റെഫ്രെയിൻ ഉപയോഗിച്ച്, റൈം ഉപയോഗിച്ച്, മീറ്റർ ഉപയോഗിച്ചെല്ലാം റിഥം സൃഷ്ടിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ വിശദമായി പറയുന്നുണ്ട്. മീറ്റർ, it is a Greek word, metron. It came from metron. Metron എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് മീറ്റർ വരുന്നത്. രണ്ട് രീതിയിൽ സ്പെല്ലിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും, METRE, METER. മെഷർ എന്നാണ് അതിൻ്റെ അർത്ഥം, അളവ്. അപ്പോൾ പദ്യത്തിലുള്ള ഒരു മെഷർമെൻ്റ് ആണ് മീറ്റർ എന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ പാറ്റേൺ ഓഫ് സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾ. സ്ട്രെസ്ഡ് സിലബിൾ, അൺസ്ട്രെസ്ഡ് സിലബിൾ ഒരു പാറ്റേൺ ആക്കി തിരിക്കുന്ന രീതിയാണ് മീറ്റർ. Meter occurs when the stressed and unstressed syllables of the words in a poem are arranged in a repeating pattern. ആവർത്തിച്ചു വരുന്ന രീതിയിൽ ഒരു കവിതയിൽ വാക്കുകളെ സ്ട്രെസ്ഡ് സിലബിൾ, അൺസ്ട്രെസ്ഡ് സിലബിൾ എന്നിങ്ങനെയാക്കി മാറ്റുമ്പോൾ സംഭവിക്കുന്നതാണ് മീറ്റർ. അങ്ങനെയുള്ളൊരു മെഷർമെൻ്റ് ആണ് ശരിക്കും മീറ്റർ. When poets write in meter, they count out the number of stressed, strong syllable എത്രയുണ്ട്, അൺസ്ട്രെസ്ഡ്, വീക്ക് സിലബിൾ എത്രയുണ്ട് ഓരോ ലൈനിലും, അത് കണക്കാക്കി ഇങ്ങനെ മെഷർ ചെയ്ത് ഉപയോഗിക്കുന്ന രീതിക്കാണ് മീറ്റർ എന്ന് പറയുന്നത്. ദേ റിപ്പീറ്റ് ദ പാറ്റേൺ ത്രൂ ഔട്ട് ദി പോയം. അങ്ങനെ മെഷർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്നത് പോയത്തിലുടനീളം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. That can be called meter. What is foot? It is a unit of meter. നമ്മൾ മീറ്ററിനെ അളക്കാനുള്ള ഒരു മെഷർമെൻറ്റ് യൂണിറ്റ്. എ ഫുട്ട് ക്യാൻ ഹാവ് 2 or 3 syllables. 2 or 3 സിലബിൾ അടങ്ങിയ ഒന്നായിരിക്കും, ഒരു യൂണിറ്റ് ആയിരിക്കും ഫുട്ട്. യൂഷ്വലി കൺസിസ്റ്റ്സ് ഓഫ് 1 stressed and 1 or more unstressed syllable. ഒന്നോ അതിലധികമോ അൺസ്ട്രെസ്ഡ് സിലബിളും ഒരു സ്ട്രെസ്ഡ് സിലബിളും അടങ്ങിയ ഒരു യൂണിറ്റ്. ഇതാണ് സാധാരണഗതിയിൽ ഒരു ഫൂട്ടിൻ്റെ പരിധിയിൽ പെടുന്നത്. ടൈപ്സ് ഓഫ് ഫീറ്റ്. The types of feet are determined by the arrangement of stressed and unstressed syllable. വീക്കായ അല്ലെങ്കിൽ സ്ട്രോങ് ആയ സിലബിളിൻ്റെ അറേഞ്ച്മെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഫീറ്റിൻ്റെ ടൈപ്സിനെ നിർണ്ണയിക്കുന്നത്. ടൈപ്സ് ഓഫ് ഫീറ്റ്. അയാംബിക്, അയാംബിക് മീറ്റർ എന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ അയാംബിക് ഫീറ്റ്. അൺസ്ട്രെസ്ഡ് സിലബിൾ ആദ്യം വരും, പിന്നെ സ്ട്രെസ്ഡ് വരും. അയാംബിക്. വീക്ക് ആദ്യം വരും, പിന്നെ സ്ട്രോങ് വരും. ട്രോക്യായിക്ക് സ്ട്രെസ്ഡ് ആദ്യം വരും, അൺസ്ട്രെസ്ഡ് രണ്ടാമത് വരും. സ്ട്രോങ് ആദ്യം വരും, വീക്ക് രണ്ടാമത് വരും. അനാപെസ്റ്റിക് അൺസ്ട്രെസ്ഡ് ആദ്യം, വീണ്ടും അൺസ്ട്രെസ്ഡ്, പിന്നെ സ്ട്രെസ്ഡ്. ഡാക്ടലിക് ഇത് സ്ട്രെസ്ഡ് ആദ്യം, പിന്നെ അൺസ്ട്രെസ്ഡ്, അൺസ്ട്രെസ്ഡ്. ഇതാണ് ടൈപ്സ് ഓഫ് ഫീറ്റ്. കൈൻഡ്സ് ഓഫ് മെട്രിക്കൽ ലൈൻസ്. മീറ്ററുമായി ബന്ധപ്പെടുത്തിയിട്ട് ലൈനുകളെ എങ്ങനെ, മോണോമീറ്റർ ആണോ, എത്ര ഫൂട്ടുണ്ട്, 1 ആണോ 2 ആണോ 3 ആണോ, അങ്ങനെയൊക്കെ തരംതിരിക്കുന്നതിനാണ് ഈ മെട്രിക്കൽ ലൈൻസ്. നോക്കാം. മോണോമീറ്റർ, മോണോ എന്ന് പറഞ്ഞാൽ 1 എന്നല്ലേ. 1 foot on a line.
ഒരു ഫൂട്ടേ അതിലുണ്ടാവും. ഡയമീറ്റർ 2 ഫീറ്റ് ഓൺ എ ലൈൻ, ഒരു ലൈനിൽ 2 ഫീറ്റ് ഉണ്ടാവും. ട്രൈമീറ്റർ 3 ഉണ്ടാവും. ടെട്രാമീറ്റർ 4 ഫീറ്റ് ഓൺ എ ലൈൻ. പെൻഡ 5 ഫീറ്റ് ഓൺ എ ലൈൻ. ഹെക്സാമീറ്റർ 6 ഫീറ്റ് ഓൺ എ ലൈൻ. ഹെപ്റ്റാമീറ്റർ 7 ഫീറ്റ് ഓൺ എ ലൈൻ. ഒക്ടോമീറ്റർ 8 ഫീറ്റ് ഓൺ എ ലൈൻ. ഇനി എന്താണ് റൈം എന്ന് നോക്കാം. RHYM. That is linkage of two syllables at line end. ഒരു ലൈനിൻ്റെ അവസാനത്തിൽ ഉണ്ടാകുന്ന 2 സിലബിളുകൾ തമ്മിലുള്ള ഒരു ബന്ധം, ലിങ്കേജ്, which have identical medial vowels. മധ്യത്തിൽ ഒരേ വവൽസ് ആയിരിക്കും. ആൻഡ് ഫൈനൽ കോൺസണൻസ്, അവസാനം കോൺസണൻറ്റുമായിരിക്കും. ഒരേ സൗണ്ട് വരും എന്നർത്ഥം. ഇനി സ്ട്രക്ചർ ഓഫ് എ സിലബിൾ ഈസ് റെപ്രസെൻറ്റഡ് ആസ്, ചില സിലബിളിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. CVC എന്ന് പറഞ്ഞാൽ കോൺസണൻറ്റ് സൗണ്ട്, വവൽ സൗണ്ട്, കോൺസണൻറ്റ് സൗണ്ട്. ഇപ്പം പെൻ എന്ന് പറഞ്ഞാൽ പ് കോൺസണൻ്റ് ആണ്, വവൽ സൗണ്ട് ആണ്, അഗെയിൻ കോൺസണൻറ്റ്, CVN. CCVC കോൺസണൻറ്റ് സൗണ്ട്, വവൽ സൗണ്ട്, കോൺസണൻറ്റ് സൗണ്ട്. CVCC consonant sound, vowel sound, consonant, again consonant sound. What's rhyme? Words sound alike. ഒരുപോലെ നമുക്ക് ശബ്ദിക്കുന്നതായി തോന്നും, ഒരേ സൗണ്ട് എന്ന് പറയില്ല. ബിക്കോസ് ദേ ഷെയർ ദ സെയിം എൻഡിങ് വവൽ. ഒരേപോലത്തെ എൻഡിങ് വവൽ ആയിരിക്കും ഇതിലുണ്ടാവുക, അല്ലെങ്കിൽ കോൺസണന്റ് സൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഉദാഹരണം ലാംപ്, ലുക്ക് അറ്റ് ദി എൻഡ്, ലാംപ്, MP, സ്റ്റാമ്പ്, ലാംപ്, സ്റ്റാമ്പ്. Sound. So sound alike because they share the same ending, share the short vowel sound, share the combined mp consonant sound. Amp, vowel sound, MP consonant sound. So we can say we see, we CC. First lamp, consonant, vowel, consonant, consonant. A word always rhymes with itself. അപ്പോൾ നമുക്ക് ഒരേപോലെയുള്ള വാക്കുകളാണ് തോന്നിപ്പോകും റൈം ആവുമ്പോൾ. ചിലപ്പോൾ സ്പെല്ലിങ്ങിൽ ചില വ്യത്യാസം ഉണ്ടാവും, സൗണ്ട് ഏകദേശം ഒരേപോലെ ആയിരിക്കും അവസാനം. End rhyme. What is end rhyme? A word at the end of one line rhymes with a word at the end of another line. ഒരു ലൈനിൻ്റെ അവസാനത്തിൽ വരുന്ന വാക്ക് അതിനോട് തുടർന്ന് വരുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ലൈനിൻ്റെ അവസാനത്തെ വാക്കിനോട് ഒരേപോലെയാണ് ശബ്ദിക്കുന്നത് എങ്കിൽ അതിന് എൻഡ് റൈമിംഗ് വേർഡ് എന്ന് പറയും. എൻഡ് റൈം. എക്സാമ്പിൾ, ഹെക്ടർ ദ കളക്ടർ. ഹെക്ടർ ദ കളക്ടർ collected bits of string word, ing sound. Collected dolls with broken heads and rusty bells that would not ring. Here string and ring. String sound, ing sound, last ing, ring, ing sound. So a word at the end of one line rhymes with a word at the end of another line. Maybe തൊട്ടടുത്തുള്ള ലൈനോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ലൈനോ എവിടെയെങ്കിലും ഒരേപോലത്തെ സൗണ്ട് വരും. That is called end rhyme. Next rhyme, internal rhyme. What do you mean by internal rhyme? A word inside a line rhymes with another word on the same line. ഒരു ലൈനിൻ്റെ ഉള്ളിലുള്ള ഒരു വാക്ക് മറ്റൊരു വാക്കുമായിട്ട് അതേ ലൈനിൽ തന്നെ മറ്റൊരു വാക്കുമായിട്ട് ഒരേ ശബ്ദമുണ്ടാക്കുന്നുവെങ്കിൽ that is called internal rhyme. For example, once upon a midnight dreary, while I pondered weak and weary. Look there, same line. ഒരു ലൈനാണത്, ഫുൾ സ്റ്റോപ്പ് നോക്കിയാൽ മനസ്സിലാവും. So from The Raven by Edgar Allan Poe. എഡ്ഗാർ അലൻ പോ എഴുതിയ ദ റാവൻ എന്ന പോയത്തിൽ നിന്നെടുത്ത ഒരു വരിയാണിത്. എ വേർഡ് ഇൻസൈഡ് എ ലൈൻ റൈംസ് വിത്ത് അനദർ വേർഡ് ഓൺ ദ സെയിം ലൈൻ. ഇതൊരു ലൈനാണ്. അപ്പോൾ ഇങ്ങനെ ഇൻറ്റേർണൽ ആയിട്ട് വരുന്ന ഡ്രിയറി എന്നത് ഇടയിലാണ് വരുന്നത്. അത് മറ്റൊരു വാക്കുമായിട്ട് ഒരേപോലെ ഇടയിൽ തന്നെ സൗണ്ട് ഒരുപോലെ തോന്നിക്കുന്നത് കൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ റൈം. നിയർ റൈം, another one. Imperfect rhyme, close rhyme എന്നെല്ലാം അതിന് പേരുണ്ട്. Rose, loss, look there, near rhyme.
The words share either the same vowel or consonant sound but not both. Either the same vowel, ഒരേ vowel ആയിരിക്കും, or consonant sound but not both. രണ്ടു കൂടി ഉണ്ടാവില്ല, ഒരേപോലെ ആയിരിക്കും. For rose, O-S-E, O-S-E, loss. Different vowel sounds, long O and O sound, share the same consonant sound. Rose, loss. That is called near rhyme. Rhyme scheme. A rhyme scheme is a pattern of the rhyme, usually end rhyme but not always. അവസാനം വരുന്ന റൈമിനെ അപേക്ഷിച്ചിട്ടാണ് റൈം സ്കീം ഉണ്ടാകുന്നത്. അവസാനത്തെ സൗണ്ടുകൾ നോക്കിയിട്ട്. Use the letters of the alphabet to represent sounds to be able to visually see the pattern. ഒരു എക്സാമ്പിൾ sample rhyme scheme. Look here. Mighty creature is the germ. Germ, patchy term, then sound, same sound. So we give a, again a, same sound. Then place, sound is different. So we give b, raise, same, so bb, a, bb. Next another sound, pleases, zz, diseases, zz, cc. So we got a, bb, cc. Again, infirm, germ. Look here, sound again. Repetition of first sound. So, this is called rhyme scheme. Now we can study about alliteration. What is alliteration? Latin alliteratio. It came from Latin alliteratio. Latin word alliteratio. It means repeating, ആവർത്തിച്ചു ചെയ്യുക, or playing upon same letter. ഒരേ പോലത്തെ ലെറ്റർ അക്ഷരത്തിൻ്റെ മേൽ കളിക്കുന്നതിനാണ് ശരിക്ക് അലിറ്ററേഷൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കോൺസണന്റ് സൗണ്ടിൻ്റെ മേൽ. ടങ് ട്വിസ്റ്റേഴ്സ് ആൻഡ് ജിംഗിൾസ് യൂസ് ഇറ്റ്. കിലുകിൽക്കം ശബ്ദം ഉണ്ടാക്കുന്നവരെ ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഈ അലിറ്ററേഷൻ. കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റഡ് അറ്റ് ദ ബിഗിനിങ്സ് ഓഫ് ദി വേർഡ്സ്. ഒരു വാക്ക് തുടങ്ങുമ്പോൾ ഉള്ള കോൺസണന്റ് സൗണ്ട് ഒരേപോലത്തെ കോൺസണന്റ് സൗണ്ടാണ് തുടങ്ങുന്നത് എങ്കിൽ അതിനെ നമുക്ക് അലിറ്ററേഷൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് പീറ്റർ പേപ്പർ പിക്ഡ് എ peck of pickled peppers, how many pickled peppers did Peter pick? Here p sound, a repetition of consonant sounds at the beginning of words. This is called alliteration. Next one, assonance. What do you mean by assonance? Latin word assonare. Assonare എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഒരേ ശബ്ദം കൊണ്ട് ആൻസർ കൊടുക്കുക, ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് assonance. Assonare വാക്കിൽ നിന്ന്. To know assonance quality of a vowel, we have to know the way poet pronounced it. ഒരു കവി എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത് അറിഞ്ഞാലേ നമുക്കത് ഉച്ചരിക്കാൻ പറ്റുള്ളൂ. Here, repeated vowel sounds in a line or lines of poetry. അപ്പോൾ repeated consonant sounds നമ്മൾ alliteration പറഞ്ഞു. Repeated vowel soundsനാണ് നമ്മൾ എന്ത് പറയുന്നത്? assonance എന്ന് പറയുന്നത്. Often creates rhyme. റൈമിനെ പോലെ തോന്നിക്കുക, അതേപോലെ സൗണ്ട് ഉണ്ടാകും. Lake, fade, base, fade, a, lake, fade, base, fade. They all share the long a sound. Lake, fade, base, fade. That is called assonance. Examples of assonance. Slow the low gradual moon came in this snowing. Shall ever medicine tea to that sweet sleep. You can find there slow, low, oh, moon sound. First line there. In the second line you can see shall ever medicine thee to the e sound. That is called assonance, repetition of vowel sounds.